Hi friends, welcome to Aychu's kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ അടപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അട ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ബ്രാൻഡിലുള്ള അടയാണ്. ഇത് 500 ഗ്രാം ഉണ്ട്. ഞാനിത് ഫുള്ളായിട്ട് എടുക്കണില്ല, ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളം തിളച്ചാൽ അട ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 250 ഗ്രാം അടയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ അട നന്നായിട്ട് വേവിച്ചെടുക്കണം. അട വെന്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കിടന്നിട്ട് വേവെന്ന് വിചാരിക്കേണ്ട. നമ്മളിത് ശർക്കര പാനിയിൽ ചേർത്താൽ പിന്നെ ഇത് വെന്ത് കിട്ടില്ല. അപ്പോൾ അട വെന്തതിന് ശേഷം മാത്രം നമുക്കിതിൽ നിന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഊറ്റിയെടുത്താൽ മതി. അപ്പോൾ അട വെന്തിട്ടുണ്ട്, അട നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഈ അട ഒട്ടലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത്, വേവിച്ചെടുത്തതിന് ശേഷം കഴുകിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, പിന്നെ നമ്മളത് നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ശർക്കര നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി തിളച്ചിട്ട് ശർക്കര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇത് മെൽറ്റ് ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ശർക്കര ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കരയിൽ ചിലപ്പോൾ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് പായസം തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളി എടുക്കാം, അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് വേവിച്ചെടുത്തതിന് ശേഷം 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അടയിൽ ഈ ശർക്കര പാനി നന്നായിട്ടൊന്ന് പിടിക്കണം. ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അടയിൽ ശർക്കര പാനിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അടയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ആ ശർക്കരയുടെ കുത്തൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ അടപ്രഥമന് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്തത് കൊണ്ട് കുറച്ചുകൂടി ലൂസായിട്ട് വരും ഇത്. അപ്പോൾ നമുക്ക് ഇത് ഒന്നും കൂടി കുറുക്കിയെടുക്കണം.
ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് 2ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കട്ടി കുറഞ്ഞിട്ടുള്ള തേങ്ങാപ്പാലാണ് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ആദ്യത്തെ പാലെടുത്തതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുന്ന പാലിനാണ് 2ാം പാലെന്ന് പറയുക, കട്ടി കുറഞ്ഞിട്ടുള്ള തേങ്ങാപ്പാൽ. അത് ഞാനൊരു 3 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കട്ടിയാക്കി എടുക്കാം, കുറുക്കിയെടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. ഇതൊന്ന് കട്ടിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടിയും പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഏലക്കായുടെ പൊടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കണുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ മണം ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അടിച്ചെടുക്കുന്ന നല്ല കട്ടിയുള്ള പാലുണ്ടല്ലോ, അതാണ് 1ാം പാൽ. അത് നമുക്കൊരു 1.5 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ലോ ആക്കിയിട്ടാണ് 1ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1ാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ തിളപ്പിക്കരുത്. തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. ഇത് ഇരിക്കും തോറും കുറച്ചും കൂടി കട്ടിയായിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യിൽ കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് വറുത്തിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ഇടാം. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ഇടുന്നില്ല. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഈ കാഷ്യൂനട്ടിൻ്റെ നിറമൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണില്ല. ഇപ്പോൾ ഈ കാഷ്യൂനട്ടിനും റൈസിൻസും ചേർത്ത് കൊടുക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.